ഗൈസ്, ഞാനിങ്ങനെ ഭദ്രകാളിനെ പോലെ ഇരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാണ്, ലൈക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. കണ്ടോ, എൻ്റെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രിസ്സിയായി, ഭയങ്കരമായിട്ട് പ്രശ്നക്കാരനായി കിടക്കുക. എന്നെ അറിയുന്നവർക്ക് അറിയാം എൻ്റെ മുടി എത്രത്തോളം അടിപൊളി മുടിയായിരുന്നു എന്ന്. ഞാൻ പൊക്കി പറയുന്നതല്ല, നല്ല മുടിയായിരുന്നു. നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും കുറഞ്ഞ ചിലവിൽ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന്. അത് വെറുതെ പറഞ്ഞതല്ല, നോർമലി അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ പരിപാടി. ഹെയറിൻ്റെ ലെങ്ത്ത്, തിക്നെസ്, പിന്നെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റേറ്റ്. എന്നാലും 7K ആണ് മിക്ക പാർലറിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ പോകുന്ന ഈ പാർലർ ഡിഫറെൻ്റ് ആവുന്നത്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ആകെ കുറച്ച് ഫോളോവേഴ്സിൽ എനിക്ക് കൊളാബൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ ഷെയർ ചെയ്യാൻ കാരണം ആർക്കെങ്കിലും യൂസ് ആവുകയാണെങ്കിൽ യൂസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതെ, 4 to 5K ആണ് എനി ലെങ്ത് ബോട്ടോസിന് ഇവർ ചാർജ് ചെയ്യുന്നത്. ലൊക്കേഷൻ വരുന്നത് കൊളങ്ങരപ്പീടിയ പൊക്കുന്നത്താണ്. ഇവിടേക്ക് കാലിക്കറ്റ് മാങ്കാവ് വന്നിട്ട് ഒരു 50 rupees ഓട്ടോ കൊടുത്താൽ മതി. അപ്പോൾ കാലിക്കറ്റുള്ളവർക്കും മലപ്പുറത്തുള്ളവർക്കൊക്കെ യൂസ് ആവും. നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു പരീക്ഷണത്തിന് മുതിരാണ്. യെസ്, ഹെയർ ബോട്ടോസ് ട്രീറ്റ്മെൻറ്റ്. നമുക്കപ്പോൾ എന്താ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. വളരെ ആധികാരികമായൊന്നും സംസാരിക്കുന്നില്ല, പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്കും ക്ഷമ ഉണ്ടാവില്ല. സിംപ്ലി ഇതൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണ്. എൻ്റെ ഹെയർ പോലെ ഫ്രിസി ആയതും സ്പ്ലിറ്റഡ് ആയതും ഒക്കെ എക്സ്റ്റേണലി പ്രോട്ടീൻ കൊടുത്ത് ഡാമേജ്ഡ് ക്യൂട്ടികളിനൊക്കെ ഒന്ന് ജീവൻ വെപ്പിച്ചെടുക്കുന്ന ഒരു പരിപാടി. സോ ഇതുപോലെ ഫ്രിസി ഹെയർ ഉള്ളവർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ബോട്ടോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്മൂത്തനിങ് ചെയ്യുന്ന പോലെ 100% സ്ട്രെയിറ്റ് ലുക്കൊന്നും കിട്ടില്ല. അതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഒരു നാച്ചുറൽ സ്ട്രെയിറ്റൻ ലുക്ക്, അതായത് ഒരു 80% ലുക്കൊക്കെ കിട്ടും. ഇനി ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എന്നെ ട്രീറ്റ് ചെയ്ത മിസ് ദുർഗ പറഞ്ഞത് മാക്സിമം ഒരു 6 month ഒക്കെ ഡിപ്പെൻഡ് ഓൺ ഹെയർ ടെക്സ്ചർ എന്നാണ്. വളരെ നന്നായി ആഫ്റ്റർ കെയർ ചെയ്യുന്നവർക്ക് മാത്രമേ 6 month ഒക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് 1 month ബാക്ക് ടു നോർമൽ ആയവരുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആഫ്റ്റർ കെയർ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുകയാണെങ്കിൽ 6 to 7 month ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. എന്നാലും ഒരു 3 month ഒക്കെ നമുക്ക് ഗ്യാരണ്ടി നൽകാം. യെസ്, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹെയർ ടൈപ്പ് ആൻഡ് ആഫ്റ്റർ കെയർ. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 24 മുതൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് സെക്കൻഡ് വാഷ് ചെയ്യണം. അത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. വേറെ എവിടെയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ആവും. സോ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഡേറ്റ് കൂടെ കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും. പറയാൻ കാരണം ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി. ഓക്കെ, ഇനി എന്തൊക്കെ ആഫ്റ്റർ കെയർ വേണമെന്ന് നോക്കാം. ഒന്നുമില്ല, കുളി കുറച്ച് അങ്ങോട്ട് കുറയ്ക്കുക. 1 in 3 days അത്രയൊക്കെ മതി. കുളി ആരോഗ്യത്തിന് ആപത്ത് എന്ന ടാഗ്ലൈൻ വേണം പിടിക്കാൻ. പിന്നെ ഷാമ്പൂ, കണ്ടീഷണറൊക്കെ നമുക്ക് ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യണം. പിന്നെ അത് യൂസ് ചെയ്യാത്തവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ കെയർ നമ്മൾ എത്രത്തോളം നോക്കുന്നു അത്രത്തോളം നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലൊക്കെ ആഫ്റ്റർ കെയർ അത്യാവശ്യം ഉഴപ്പിയാൽ മതി. അപ്പോൾ നമുക്ക് ബാക്ക് ടു നോർമൽ വേഗം തന്നെ ആയിക്കോളും. ഈ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മൾ ഈ പ്രൊഡക്റ്റാണ് കേട്ടോ യൂസ് ചെയ്തത്. ഒരു നാണയത്തിന് 2 വശങ്ങൾ പോലെ നമുക്കിനി കുറച്ച് സൈഡ് എഫക്ട്സ് നോക്കാം. ഫസ്റ്റ് തിങ്, ഇതൊരു ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് മുടിക്ക് അത്ര നല്ലതൊന്നും അല്ല. പിന്നെ ഞാൻ ചിന്തിച്ച പോലെ ഒന്നും ചെയ്യാഞ്ഞിട്ട് പോലും നാശമാവുന്നുണ്ട്. അപ്പോൾ പിന്നെ ചെയ്തിട്ട് നാശമായിക്കോട്ടെ എന്ന് ഓർക്കാം. അതുപോലെ ഹീറ്റ് കൊടുത്തിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് സ്കാൽപ്പ് ഡ്രൈ ആവാനും അതുവഴി ഡാൻഡ്രഫ് ഉള്ളവർക്ക് കുറച്ച് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ഡയറക്റ്റ് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നില്ല ഹീറ്റ്, എന്നാലും ഡാൻഡ്രഫ് ചിലപ്പോൾ ഒരു പൊടിക്ക് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ് ഹെയർ ഫോളിൻ്റെ കാര്യം. ഓൾറെഡി ഇത് രണ്ടും ഉള്ളവർക്ക് ഇതെത്ര ബിഗ് ഡീലായി തോന്നുന്നില്ല. പക്ഷേ സ്മൂത്തനിങ്ങിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ബോട്ടോക്സ് തന്നെ ആയിരിക്കും. ലുക്സ് ആയിക്കോട്ടെ, സൈഡ് എഫക്ട്സ് ആയിക്കോട്ടെ, സ്മൂത്തനിങ്ങിൻ്റെ അത്ര പ്രശ്നക്കാരനല്ല ബോട്ടോക്സ്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ സാധനം തന്നെ ലാസ്റ്റ് ചെയ്യുന്നത് കുറവായിരിക്കും. ഒരു മാക്സിമം 6 to 7 months ഒക്കെ നമുക്കിത് ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, അപ് ടു സെക്കൻഡ് വാഷ് നമ്മൾ ഹെയർ ടൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ അഴിച്ചിടണം. ഇത് ഇച്ചിരി ടാസ്ക്കായി എനിക്ക് ഫീൽ ചെയ്തു. ശരിക്കും എനിക്കെന്തോ മൂവിയിൽ സലീം കുമാർ സ്ട്രെയിറ്റ് ചെയ്തൊരു ലുക്കില്ലേ, അതാണ് തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലുക്കൊക്കെ തോന്നും. പക്ഷേ ഇത് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചാൽ ഒരു ബേബി ലുക്കൊക്കെ കിട്ടും. അവർ പറയുന്ന പോലെ കറക്റ്റ് നമ്മൾ കെട്ടാതൊന്നും ടൈ ഒന്നും ചെയ്യാതിരിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഉള്ള ഈ ലുക്ക് അത്ര ലൈക്കായില്ല. സെക്കൻഡ് വാഷൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ നാച്ചുറൽ ലുക്സ് കിട്ടുന്നതാണ്. ഈ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റുമ്പോൾ കുറച്ചുകൂടി ലുക്കാവായിരിക്കും. അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെങ്കിലും ഒരു മേക്ക് ഓവറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഗോ ഫോർ ബോട്ടോക്സ്. ലെസ് കെമിക്കൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ.